Find the volume of the solid generated by revolving the region bounded by the x-axis, the curve y equal to 3x raised to 4 and the lines x equal to 1 and x equal to minus 1 about x-axis, y-axis, the line x equal to 1 and the line y equal to 3. ഇതിലെ ഫസ്റ്റ് പാർട്ട് അബൌട്ട് ദി എക്സ് ആക്സിസ് വളരെ ഡയറക്റ്റ് ആണ്. എല്ലാ കമ്പ്യൂട്ടേഷന് ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നിട്ടുണ്ട്, നേരിട്ട് തന്നിരിക്കുന്നതാണ് അല്ലേ. ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x raised to 4 ആണ്. എക്സിൻ്റെ വേരിയേഷൻ -1 to 1 ആണ്. സോ നമുക്ക് വോള്യൂം കണ്ടുപിടിക്കാൻ നേരിട്ട് ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻ്റഗ്രൽ -1 to 1 പൈ ഇൻറ്റു r of x whole square, that is 9x raised to 8 dx. Integrate ചെയ്യുമ്പോൾ 9 pi x raised to 9 by 9 from -1 to 1. This 9 gets cancelled. 1 substitute ചെയ്യുമ്പോൾ 1 വരും, -1 substitute ചെയ്യുമ്പോൾ again we get 1. So the final answer is 2 pi. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്കിതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇതാണ് y ഈക്വൽ ടു 3x raised to 4ൻ്റെ ഗ്രാഫ്. ഇത് x ഈക്വൽ ടു 1 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എബൌട്ട് y ആക്സിസ് ഇത് x ഈക്വൽ ടു -1 ആണ്. എബൌട്ട് y ആക്സിസ് ഈ ഒരു പോർഷനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു കസ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഏരിയ തന്നെയാണ് ഈ പോർഷനും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ കണ്ടുപിടിക്കുന്നതിനായിട്ട്. എബൌട്ട് y ആക്സിസ് ആകുമ്പോൾ നമുക്കിവിടെ വാഷേഴ്സ് ഫോർമുലയാണ് വേണ്ടി വരുന്നത്. x ഈക്വൽ ടു 1 എന്നുള്ള ഈ ലൈൻ ഔട്ടർ റേഡിയസ് ആയിട്ട് വരും. ഇത് y ഈക്വൽ ടു 3x raised to 4 ആണ്, വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു y by 3 raised to 1 by 4. ഇതാണ് ഇന്നർ റേഡിയസ് ആയിട്ട് വരിക. നമ്മൾ വാഷേഴ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വോള്യൂം v ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈയുടെ വേരിയേഷൻ വരുന്നത് 0 മുതൽ 3 വരെ അല്ലേ. സോ ഇൻ്റഗ്രൽ 0 to 3 പൈ ഇൻറ്റു r of x സ്ക്വയർ മൈനസ് r of x സ്ക്വയർ ഡി എക്സ്. വാഷേഴ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വോള്യൂം v ഈക്വൽ ടു പൈ ഇൻറ്റു വൈയുടെ വേരിയേഷൻ വരുന്നത് 0 മുതൽ 3 വരെ r of y square minus r of y square dy equal to pi into integral 0 to 3. ഔട്ടർ റേഡിയസ് വരുന്നത് x equal to 1 അല്ലേ. സോ r of y യുടെ വാല്യൂ 1 ആണ്, മൈനസ് ഇന്നർ റേഡിയസ് വരുന്നത് x equal to y by 3 whole raised to 1 by 4. സോ y by 3 whole raised to 1 by 4ൻ്റെ സ്ക്വയർ, സോ y by 3 whole raised to 1 by 2 എന്നാകും. dy ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y മൈനസ് ഇവിടെ പൈ പുറത്തുണ്ട്, y മൈനസ് 1 by √3 ഇൻറ്റു y raised to 1 by 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised to 3 by 2 by 3 by 2 from 0 to 3 ഈക്വൽ ടു പൈ ഇൻറ്റു വൈക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3 മൈനസ് ദിസ് ബിക്കംസ് 2 by 3 √3 ഇൻറ്റു ഇവിടെ വൈക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 √3. ദെൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ രണ്ട് ടേംസും 0 ആയിട്ട് പോകും. ഈക്വൽ ടു ദിസ് ഗെറ്റ്സ് ക്യാൻസൽഡ്, 3 minus 2 is 1. സോ ദ ഫൈനൽ ആൻസർ ഇസ് പൈ. ദ സെക്കൻഡ് പാർട്ട് അബൌട്ട് y ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പൈ ആണ് ഏരിയ കിട്ടുന്നത്. അടുത്തത് എബൌട്ട് ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 റിവോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എബൌട്ട് ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ ഏരിയയും ഇത്രയും ഏരിയ വരുന്നുണ്ട്. ഇതിനെ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ലൈനിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത് എബൌട്ട് ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ. സോ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു y by 3 whole raised to 1 by 4 ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? 1 മൈനസ് y by 3 whole raised to 1 by 4. അപ്പോൾ തേർഡ് കേസിൽ, അതായത് എബൌട്ട് ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 റിവോൾവ് ചെയ്യുന്ന കേസിൽ നമ്മുടെ റേഡിയസ് വെക്റ്റർ r of y എന്ന് പറയുന്നത് 1 മൈനസ്
y/3 ഹോൾ റേസ് ടു 1/4 ആണ്. ഇതാണ് നമ്മുടെ റേഡിയസ് വെക്ടർ. അപ്പോൾ വോള്യത്തിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ v ഈക്വൽ ടു ഇൻറ്റഗ്രൽ വേരിയേഷൻ വരുന്നത് ഇവിടെ വൈയുടെ വേരിയേഷൻ ആണ് 0 to 3 ആണ് വേരിയേഷൻ. 1 minus y/3 whole raised to 1/4 whole square dy equal to integral 0 to 3 square expand ചെയ്യുകയാണെങ്കിൽ 1 minus 2 into y/3 whole raised to 1/4 plus y/3 whole raised to 1/4 സ്ക്വയർ എടുക്കുമ്പോൾ y/3 whole raised to 1/2 dy. ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഈക്വൽ ടു 1 ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് y കിട്ടി മൈനസ് 2 ബൈ ഇവിടെ 3/1/4 ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ഇൻറ്റു y/1/4ൻ്റെ ഇൻ്റഗ്രൽ. സോ y/5/4 ബൈ 5/4 പ്ലസ് 1/√3 കോൺസ്റ്റൻ്റ് ആണ്. y/1/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y/3/2 ബൈ 3/2 ഫ്രം 0 to 3 ഈക്വൽ ടു നമുക്ക് ആദ്യം yക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 മൈനസ് 2/3/1/4 ഇൻറ്റു 5/4 ഉണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ 5/4 ബിക്കംസ് ഇൻറ്റു 4/5. സോ 8/5 ഇൻറ്റു 3/1/4 ഇൻറ്റു yക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3/5/4 പ്ലസ് divided by 3/2 that becomes into 2/3√3 into yക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ again we get 3√3. yക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എല്ലാ ടേംസും 0 ആയിട്ടാണ് പോകുന്നത്. So this is equal to 3 minus 3/5/4 by 3/1/4. That is 3/5/4 minus 1/4. അതായത് 3/1 എന്ന് വരും അല്ലേ. So 8 into 3 24/5 plus here 3√3 gets cancelled. So what remains is 2. 3 plus 2 5 minus 24/5. So 25 minus 24/5 equal to 1/5. ഇവിടെ നമ്മുടെ വോള്യത്തിൻ്റെ ഫോർമുലയിൽ ഒരു പൈ എഴുതാൻ വിട്ടുപോയി അല്ലേ, ത്രൂ ഔട്ട് ആ പൈ ഉണ്ട്. സോ ദ ഫൈനൽ ആൻസർ ഇസ് π/5. ഇത് ഇപ്പോൾ ഏത് ഏരിയ ആയിട്ടുള്ളൂ, x=1നും x=y/3 ഹോൾ റേസ് ടു 1/4നും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷൻ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ ആയിട്ടുള്ളൂ. അത്രയും തന്നെ ഏരിയ ഈ ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുകൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഏരിയ റൊട്ടേഷൻ എബൌട്ട് x=1 എന്നുള്ള ലൈനിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ റിവോൾവ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ഡബിൾ വരും. അതായത് 2π/5 ആയിരിക്കും ആ കേസിൽ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഇനി ലാസ്റ്റ് പാർട്ട് പറയുന്നത് എബൌട്ട് ദ ലൈൻ y=3. എബൌട്ട് ദ ലൈൻ y=3 റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിവോൾവ് ചെയ്യാൻ പോകുന്നത്. റിവോൾവ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയെ തന്നെയാണ്. അപ്പോൾ വീണ്ടും അവിടെ നമുക്ക് വാഷേഴ്സ് മെത്തേഡ് വേണ്ടി വരും. ഈ ടോട്ടൽ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് ഇന്നർ റേഡിയസ് വരുന്നത്. അതിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 3x⁴ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മൈനസ് 3x⁴ എന്നാണ് വരിക. സോ ഇന്നർ റേഡിയസ് 3 മൈനസ് 3x⁴ഉം ഔട്ടർ റേഡിയസ് 3യും വരുന്ന രീതിയിൽ വാഷേഴ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. So what we have is r of x equal to 3 and small r of x inner radius equal to 3 minus 3x⁴. x in the variation -1 to 1. So volume V equal to pi into integral -1 to 1 r of x square, that is 9 minus 3 minus 3x⁴ whole square dx equal to ഇവിടെ നിന്ന് 3 കോമൺ ഫാക്ടർ പുറത്തെടുക്കാം. സ്ക്വയർ ചെയ്യുമ്പോൾ 9 വരും. ആ 9നെ നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ 9π ഇൻറ്റഗ്രൽ -1 to 1 1 മൈനസ് അകത്ത് വരുന്നത് 1 മൈനസ് x⁴ ഹോൾ സ്ക്വയർ, അതായത് 1 മൈനസ്
2x raised to 4 plus x raised to 8 dx equal to 9 pi integral minus 1 to 1. 1 and minus 1 gets cancelled. 2x raised to 4 minus x raised to 8 dx. Even function ആണ് അതുകൊണ്ട് നമുക്ക് 2 times 0 to 1 ആക്കാം 18 pi integration ചെയ്യുമ്പോൾ 2x raised to 5 by 5 minus x raised to 9 by 9 from 0 to 1 equal to 18 pi into 2 by 5 minus 1 by 9 equal to 18 pi into 18 minus 5 by 45. So 9 gets cancelled. 18 minus 5 is 13 into 2. 26 pi by 5 is the final answer.